ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ബെസ്റ്റ് ടൈം കറണ്ട് പോയി കുക്കുപ്പണിക്കും ചിലപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കുൻ്റെ ബർത്ത്ഡേ ആവാറായി. 3 ദിവസം കൂടിയുള്ള കുക്കുൻ്റെ ബർത്ത്ഡേ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുക്കങ്ങൾ കുക്കിൻ്റെ ഡ്രസ്സ് വന്നിട്ടുണ്ട്, ബർത്ത്ഡേക്കുള്ള ഡ്രസ്സ് വന്നിട്ടുണ്ട്. അതിപ്പോൾ കാണിക്കണില്ല, അത് അന്ന് ഇട്ടിട്ട് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യും, അപ്പോൾ കണ്ടാൽ മതി. പിന്നെ മീഷോന്ന് കുറച്ച് പ്രോഡക്റ്റ്, അതായത് ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബലൂണിൻ്റെ സെറ്റും അല്ലാതായിട്ടുള്ള കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് റിട്ടേൺ ഇട്ടു, കാരണം വെറും സെപ്പറേറ്റ് ബലൂൺ മാത്രമായിട്ടുള്ളത്. അത് എന്നോട് പറഞ്ഞത് പുറത്ത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്, കാരണം പകുതി കംപ്ലൈൻറ്റ് ഉണ്ടാവുന്നതാണ് ബലൂണിൽ. അപ്പോൾ പിന്നെ വീണ്ടും വാങ്ങിച്ചേണ്ടി വരും. അപ്പോൾ ഒരു 100 ബലൂണ് കുക്കുൻ്റെ ഡ്രസ്സിൻ്റെ സെയിം കളർ വാങ്ങിക്കാന്ന്. ഇന്നലെ അതുപോലെ കുക്കുൻ്റെ ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഗിഫ്റ്റ് കാർട്ട് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാ പേജിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ പേജിൽ തന്നെ ഇതിന് മുൻപ് വാലൻറ്റൈൻസ് ഡേക്ക് ഫ്രെയിം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അജിരി ഫോട്ടോസ്. വായിൽ പുളിവെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇതാണ് വലിയ ഫ്രെയിം, പിന്നെ അതിൻ്റെ ചെറിയ ഫ്രെയിമുകളാണ് വരുന്നത്. അത് കോംബോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റേറ്റിൽ കോംബോ ആയിട്ട് ചെയ്ത് തരാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ യെസ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കോംബോ ആയിട്ട് ചെയ്തത്. അത് അതിൻ്റെ ചെറുത് കുക്കുവിനെ പ്രസവിച്ച സമയത്തെ ഫോട്ടോ. 9 ഫോട്ടോ ഉണ്ടോ മൊത്തം. അതായത് ഓരോ പ്രായത്തിലത്തെ മെമ്മറീസാണ് ഞങ്ങൾ ഫോട്ടോ ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഒക്കെ അജി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, കംപ്ലൈൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അന്നത്തെ ആ ദിവസം സെറ്റ് ചെയ്യാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നീട് വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഇന്ന് അവൾക്ക് ഗിഫ്റ്റ് വാങ്ങാൻ അവൾക്ക് ഞങ്ങളെ വകയാണോ അത് കൺഫേം ആയിട്ടില്ല. അവളെ ബർത്ത്ഡേ ഡ്രസ്സ് അവളെ അപ്പാപ്പൻ്റെ വകയാണ്, ഫ്രെയിം എൻ്റെ ഉപ്പാൻ്റെ വകയാണ്. ഉപ്പ പൈസ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ പേ ചെയ്ത് തന്നിരുന്നു. കുക്കുവിന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ബർത്ത്ഡേക്ക്. അപ്പോൾ ആ പൈസക്കാണ് ഗിഫ്റ്റ് ഫ്രെയിം വാങ്ങിയത്. അതും പിന്നെ മീഷോന്ന് വാങ്ങി. മീഷോന്ന് ഇതിൽ സെറ്റിലുള്ളതാട്ടോ ബലൂണിൻ്റെ. പിന്നെ വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞേ, ഇത് അവരുടെ പേജിൽ നിന്ന് ഫസ്റ്റ് ചെയ്യിച്ച ഫ്രെയിമാണ്. കുക്ക് ഉണരുമെന്നാവും എൻ്റെ ശബ്ദം കേട്ടിട്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ പിന്നെ ഡ്രസ്സ് ഞാൻ പറഞ്ഞല്ലോ, ഡ്രസ്സ് ഉണ്ട്, പക്ഷെ അതിപ്പോൾ കാണിക്കില്ല. ഇനി അതായത് ബലൂൺ സെറ്റ് ചെയ്യാൻ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അത് പൊട്ടിച്ച് നോക്കട്ടെ. ഇത് ഇന്നലെ വന്നതാണ്. ബലൂണിൻ്റെ സെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് 2-3 ദിവസമായി തോന്നുന്നു. നോമ്പായതുകൊണ്ട് നാട്ടിൽ നിന്ന് അധികം ആർക്കും വരാൻ പറ്റില്ല. നോമ്പാണ്, പിന്നെ യാത്ര ലോങ് ആണ്, അങ്ങനെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരും പ്രത്യേകിച്ച് വരുന്നില്ല. ഉമ്മ വരുന്നുണ്ടാവും. ഇതാണ് സംഭവം. ഇത് കണ്ടിട്ടുണ്ടാവും, മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. മറ്റേ റൗണ്ടിലൊരു സംഭവം ബലൂൺ സെറ്റ് ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അതിൻ്റെ ടൈപ്പും കാര്യങ്ങളും അത് പശയായിട്ടാണ് തോന്നുന്നു ഒട്ടിച്ചിന്. ഇതിലൊരു പശ കാണുന്നുണ്ട്.
ഇത് ഇതാണ് സംഭവം. ഇത് ഞങ്ങൾ അജി വന്നിട്ട്, അജി ഇപ്പോൾ ഇവിടെ ഇല്ല, അപ്പോൾ അജി വന്നിട്ട് ഇത് മൊത്തം സെറ്റ് ചെയ്ത് നോക്കണം ഇതെങ്ങനെയാണ് എന്താണ്. പശ ഉള്ളതാണെങ്കിൽ ഉപയോഗിക്കണം, പശ ഉള്ളതാണെങ്കിൽ പിന്നെ അഴിച്ച് വെക്കാനും പാടാണ്. അപ്പോൾ അതുകൊണ്ട് പശ വേണമെന്ന് നിർബന്ധമാണെങ്കിൽ ഇതിനെ ഞങ്ങൾ തിരിച്ചു വിടും. വേറെ എന്തെങ്കിലും ഐഡിയാസ് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഇപ്പം ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇന്ന് പുതിയ കുപ്പൻ്റെ ഗിഫ്റ്റ് ഉമ്മ ഗിഫ്റ്റ് വാങ്ങുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളോട് ഏതാ വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ആ മോഡൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇവിടുന്ന് തന്നെ നോക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് നോക്കാനാണ് വിചാരിച്ചിരുന്നത്. അപ്പം അത് പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഇത് ഇതിൻ്റെ അല്ല അല്ലേ, ഇത് കുക്കിൻ്റെ ഫോട്ടോൻ്റെയാണ്. മറവി എൻ്റെ കൂടെപ്പിറപ്പാ. അപ്പം ഞാൻ ഫ്രെയിമിലൊക്കെ അതേപോലെ തന്നെ വെക്കട്ടെ. സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സാധാ ഫോൺ ക്യാമറയിൽ എടുത്ത ഫോട്ടോസാണിത്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ എടുത്ത ഫോട്ടോ കൂടി ആകുമ്പോൾ ഒന്നും കൂടി എന്താ പറയുക, ക്വാളിറ്റി ഉണ്ടാവും. പക്ഷെ ഇതൊക്കെ കണ്ടാൽ തന്നെ, ഇതൊക്കെ ഫോട്ടോസ് കണ്ടാൽ തന്നെ അറിയാം ക്യാമറയിലില്ലെങ്കിൽ. ക്യാമറ പിക്സ് അല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ അവൻ്റെ പേജിൻ്റെ ലിങ്കോ എന്തെങ്കിലും അല്ലെങ്കിൽ കോണ്ടാക്ട് നമ്പറോ തരാം. എനിക്ക് ഇനി ഞാൻ വേറെ പിക്ക് സെലക്ട് ചെയ്തിരുന്നു, പിന്നെ മറന്നു. പിന്നെ എൻ്റെ ഫോണിലാണെങ്കിൽ ഫോട്ടോസ്, നല്ല ഫോട്ടോസൊക്കെ പോയി. 60 അടുത്ത നല്ല ഫോട്ടോസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ട്. എൻ്റെ ഫോൺ സ്റ്റോറേജിൻ്റെ പ്രശ്നം വരുമ്പോൾ മിക്ക ആൾക്കാരും പ്രശ്നമാണ് ഫോൺ സ്റ്റോറേജിൻ്റെ പ്രശ്നം വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോണിലുള്ള ഫോട്ടോസൊക്കെ മിസ്സാവും. ഫോണിലുള്ള ഫോട്ടോ വീഡിയോ എല്ലാം മിസ്സാവും. പിന്നെ അറിയാതെ ഞാൻ തന്നെ സ്റ്റോറേജ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അറിയാതെ ഞാൻ തന്നെ ഡിലീറ്റ് ആക്കലുണ്ട്, സെലക്ട് കൊടുത്തിട്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഒരു ഫോട്ടോ കൂടി ഉണ്ട്. ഇതിൽ 8 ഫോട്ടോകൾ ഇപ്പോൾ കാണിച്ചു തന്നിട്ട് ഞാൻ മറന്നു. ഒന്നവിടെ ഹാളിൽ ഇരിക്കുകയാണ്, TV സ്റ്റാൻഡുമേ വെച്ചിരിക്കണം. ഇത് പിന്നെ ഞങ്ങൾ ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു. ഇത് മാത്രം ഇവിടെ മുകളിൽ അവളെ കുക്കുൻ്റെ അലമാരയാണിത്. അപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത് ഇത് പിന്നെ ഞങ്ങൾ നേരത്തെ അവിടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഇത് രണ്ടും രാവിലെ എണീക്കുമ്പോൾ കാണാൻ പറ്റിയ നല്ല കണിയാണിത്. ഈ ചിരി ഉണ്ടല്ലോ, ഒരു 1.5 ചിരിയാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടാവും ഈ ചിരി കാണാൻ. ഇനി 13 തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേന് ഡെക്കറേഷൻ സംഭവങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. കുറച്ചും കൂടി സംഭവങ്ങൾ വാങ്ങിക്കാണ്ട് ഡെക്കറേഷൻ്റെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചനും പോയിട്ട് ഞങ്ങൾ സ്കാനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. സ്കാനിങ്ങിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മടിയായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അത് എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ ഈ വോയിസ് റെക്കോർഡ് ചെയ്യണം ഭയങ്കര ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ച് മെനക്കെട്ട് പണിയാണ്. ലൈവായിട്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ, പിന്നെ പോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഇനി ബാക്കി സംഭവങ്ങളും കൂടി വാങ്ങണം. പിന്നെ എന്തുകൊണ്ടാണ് വാങ്ങാനുള്ളത്? ഡെക്കറേഷൻ സംഭവങ്ങൾ വാങ്ങണം. പിന്നെ അതുപോലെ ഡ്രസ്സൊക്കെ ചെരുപ്പ്, ഹെയർ ബാൻഡ്, പിന്നെ ബാക്കിലെ ചിറക് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇനി ഹെയർ ബാൻഡ് ഉണ്ട്,
പക്ഷെ എന്നാലും മുടി ഇപ്പോൾ വളർന്നുകൊണ്ട് ഒരു കുഞ്ഞ് ക്ലിപ്പോ അല്ലെങ്കിൽ മറ്റേ ബണ്ണിൻ്റെ സെയിം കളർ, ഡ്രസ്സിൻ്റെ സെയിം കളർ ബണ്ണോ മുടിക്കൊടുപ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. പിന്നെ മൈലാഞ്ചി വാങ്ങണം, മൈലാഞ്ചി ഇട്ട് കൊടുക്കണം. അവളെ കയ്യിലും മൈലാഞ്ചി ഇട്ട് കൊടുക്കണം അന്നത്തെ ദിവസം. പിന്നെ ബർത്ത്ഡേ തൊപ്പില്ലേ, ബർത്ത്ഡേ തൊപ്പി വാങ്ങണം. ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് മറ്റേ കിരീടം പോലത്തെ സംഭവമുണ്ട്, അതൊക്കെ അവൾ ഊരി വലിച്ചെറിയാൻ സാധ്യത കൂടുതലാണ്. തൊപ്പിയാകുമ്പോൾ പിന്നെ അതിന് എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് അത് കഴുത്തിൽ അങ്ങനെ ഇരുന്നോളും, അതായിരിക്കും നല്ലത്. വേണമെങ്കിൽ രണ്ടും ഫോട്ടോ എടുക്കാൻ അതും എടുക്കാമല്ലോ. അപ്പോൾ തൊപ്പി വാങ്ങണം, സെയിം കളർ, ഡ്രസ്സിൻ്റെ കളർ കിട്ടുമെങ്കിൽ അത് വാങ്ങണം, ഇല്ലെങ്കിൽ പർപ്പിൾ കളറോ പിങ്കോ ഏതെങ്കിലും ഒന്ന് വാങ്ങണം. പിന്നെ എന്തൂട്ടാ, പിന്നെ ഒന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ. എന്തായാലും ഇനി 2 ദിവസം കൂടി ഉള്ളൂ, 2 ദിവസം കൊണ്ട് എല്ലാം സെറ്റ് ചെയ്യണം. 2 ദിവസം എന്ന് പറഞ്ഞാൽ 11, 12, 13 13-ാം തീയതി വൈകുന്നേരം ആകുമ്പോഴത്തേനും എനിക്കെല്ലാം സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ.